ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ലഹരിയുടെ കൈകളിൽ നിന്ന് നാടിനെ രക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ മുന്നണി പോരാളികളാകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരിയുടെ അടിമകളില്ലാത്ത കേരളത്തെ കെട്ടിപ്പടുക്കാൻ പുതിയ തലമുറയുടെ പങ്കാളിത്തം അനിവാര്യമാണെന്നും ആഭ്യന്തരമന്ത്രി. ഇടിമിന്നലിൽ കല്ലൂർ പാറക്കാട് ഉന്നതിയിലെ 2 വീടുകൾക്ക് നാശനഷ്ടം. ആർക്കും പരിക്കില്ല. 2 വീടുകളിലെയും വൈദ്യുതി സർവീസ് വയറുകൾ, സ്വിച്ച് ബോർഡുകൾ എന്നിവ കത്തിനശിച്ചു. ഇറച്ചിക്കോഴി വില വീണ്ടും കുതിച്ചുയർന്നു. ഒരാഴ്ചയ്ക്കിടെ കൂടിയത് 20 രൂപ. വില വർധനവിനിടയാക്കിയത് കോഴിത്തീറ്റയുടെ വില കുത്തനെ കൂടിയത്. എങ്ങുമെത്താതെ പൊയ്യ പഞ്ചായത്തിലെ പൂപ്പത്തി കാടാംകുളം നവീകരണം. സംഭരണശേഷി കുറഞ്ഞതിനു പിന്നാലെ കുളത്തിൽ പുല്ലും ചണ്ടിയും പായലും നിറഞ്ഞു. തൃപ്രയാറിൽ കാർ തടഞ്ഞു നിർത്തി 16.25 ലക്ഷം രൂപയും ഐഫോണും കവർന്ന കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിൽ. പീച്ചി സ്വദേശി അലൻ കെ ജയനാണ് പിടിയിലായത്. വാർത്തകൾ വിശദമായി. ലഹരിയുടെ കറുത്ത കൈകളിൽ നിന്ന് നാടിനെ രക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ മുന്നണി പോരാളികളാകണമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. ചാലക്കുടി മണ്ഡലത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി MLA സനീഷ് കുമാർ ഒരുക്കിയ അവാർഡ് വിതരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരിയുടെ കറുത്ത കൈകളിൽ നിന്ന് നമ്മുടെ നാടിനെ രക്ഷിക്കാനുള്ള വലിയൊരു പോരാട്ടത്തിലാണ് നാമെന്നും ചെന്നിത്തല പറഞ്ഞു. മയക്കുമരുന്നിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ് ഓപ്പറേഷൻ തൂഫാൻ. പരിപാടിയിൽ പങ്കെടുക്കുന്ന ഓരോ വിദ്യാർത്ഥിയെയും തൂഫാൻ വാരിയേഴ്സായി പ്രഖ്യാപിക്കുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷനായി. ബെന്നി ബെഹന്നാൻ MP, നഗരസഭാ ചെയർപേഴ്സൺ ആലീസ് ഷിബു, വൈസ് ചെയർമാൻ KV പോൾ, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി പൌലോസ് തുടങ്ങിയവർ സംസാരിച്ചു. കല്ലൂർ പാറക്കാട് ഉന്നതിയിൽ ഇടിമിന്നലിൽ 2 വീടുകൾക്ക് നാശനഷ്ടം. മുളങ്ങാട്ടുകര കുട്ടപ്പൻ, പുതിയടത്ത് സദൻ എന്നിവരുടെ വീടുകൾക്കാണ് ഇടിമിന്നലേറ്റത്. വീട്ടുകാർ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വലിയ മുഴക്കത്തോടെയാണ് ഇടിമിന്നൽ വീടുകളിൽ പതിച്ചതെന്ന് വീട്ടുകാർ പറഞ്ഞു. ഇടിമിന്നലിൽ 2 വീടുകളിലെയും വൈദ്യുതി സർവീസ് വയറുകൾ, സ്വിച്ച് ബോർഡുകൾ എന്നിവ കത്തിനശിച്ചു. ടൈലുകൾ തകർന്നതോടൊപ്പം കുട്ടപ്പന്റെ വീട്ടിലെ മതിലിന്റെ ഒരു ഭാഗവും ഇടിഞ്ഞു. KSEB അധികൃതർ സ്ഥലത്തെത്തി. തൃക്കൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോൾസൺ തെക്കുംപീടിക, പഞ്ചായത്ത് അംഗം സന്ദീപ് കണിയത്ത് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ഇറച്ചിക്കോഴി വില വീണ്ടും കുതിച്ചുയർന്നു. കിലോഗ്രാമിന് 180 രൂപയായി. കഴിഞ്ഞ ആഴ്ച 160 രൂപയായിരുന്ന വിലയാണ് ഒരാഴ്ചയ്ക്കിടെ 20 രൂപ കൂടി 180 ആയത്. കോഴിത്തീറ്റയുടെ വിലവർധന, മരുന്നുകളുടെ ചിലവ്, വൈദ്യുതി നിരക്ക്, തൊഴിലാളികളുടെ വേതനം എന്നിവ ഉൾപ്പെടെയുള്ള ഉൽപാദന ചെലവിലെ കുതിപ്പാണ് വിലവർധനയ്ക്ക് പ്രധാന കാരണമെന്ന് ഫാം ഉടമകളും വ്യാപാരികളും പറയുന്നു. ചെലവ് താങ്ങാനാകാതെ നിരവധി ചെറുകിട കോഴി ഫാമുകൾ ഉൽപാദനം കുറച്ചതോടെ വിപണിയിലെ ലഭ്യതയും കുറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ ഇത്രയും ഉയർന്ന കോഴിവില രേഖപ്പെടുത്തിയിട്ടില്ലെന്നാണ് വ്യാപാരികളുടെ വിലയിരുത്തൽ. എങ്ങുമെത്താതെ പൊയ്യ പഞ്ചായത്തിലെ പൂപ്പത്തി കാടാംകുളം നവീകരണം. സംഭരണശേഷി കുറഞ്ഞതിനു പിന്നാലെ കുളത്തിൽ പുല്ലും ചണ്ടിയും പായലും നിറഞ്ഞിരിക്കുകയാണ്. കുളം പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി റോഡിനോട് ചേർന്നുള്ള ഒരു വശം മാത്രം പൊളിച്ചു കെട്ടിയത് 2022-ലാണ്. നഗരസഞ്ചയ പദ്ധതിയുടെ ഭാഗമായി ലഭിച്ച 20 ലക്ഷം രൂപയാണ് ചെലവഴിച്ചത്. കുളത്തിന്റെ സംഭരണശേഷി കുറച്ചാണ് പുനരുദ്ധാരണം നടത്തിയത്. സർവകക്ഷി യോഗ തീരുമാനപ്രകാരമാണ് കുളത്തിന്റെ വിസ്തൃതി കുറച്ചതെന്നാണ് പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം പറഞ്ഞത്. കുളം നികത്തിയ ഭാഗത്ത് ഉല്ലാസ കേന്ദ്രവും ഇരിപ്പിടവും ഒരുക്കിയിരുന്നു. എന്നാൽ ഇതെല്ലാം കാടുകയറി ഉപയോഗശൂന്യമായി. കുളം ചെറുതാക്കി സംഭരണശേഷി കുറയ്ക്കുന്നതിൽ നാട്ടുകാർ വിയോജിപ്പ് അറിയിച്ചിരുന്നു. ഈ കുളത്തിലെ ജലനിരപ്പിനെ ആശ്രയിച്ചാണ് പ്രദേശത്തെ കിണറുകളിലെ വെള്ളത്തിന്റെ ലഭ്യത. കുഴൂർ പഞ്ചായത്തിലെ പോളക്കുളം ജലസേചന പദ്ധതിയിൽ നിന്ന് കടാംകുളത്തിലേക്ക് വെള്ളമെത്തിക്കാൻ ശ്രമം നടത്തിയെങ്കിലും തുടർ നടപടിയുണ്ടായില്ല. പൂപ്പത്തി മേഖലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും ജലസേചനത്തിനുമായി കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സാജൻ കൊടിയനാണ് ഈ നിർദ്ദേശം മുന്നോട്ടുവച്ചത്.
എന്നാൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ ജലസേചന വകുപ്പും പൊയ്യ പഞ്ചായത്തും ശ്രമിച്ചില്ലെന്നാണ് ആക്ഷേപം. TCV മാള. തൃപ്രയാറിൽ കാർ തടഞ്ഞു നിർത്തി 16.25 ലക്ഷം രൂപയും ഐഫോണും കവർന്ന കേസിൽ ഒളിവിലായിരുന്ന ഒരു പ്രതിയെ കൂടി പ്രത്യേക അന്വേഷണ സംഘം ബംഗളൂരുവിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. പീച്ചി മയിലാടുംപാറ സ്വദേശി കോലയിൽ വീട്ടിൽ അലൻ കെ ജയനാണ് പിടിയിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ ബംഗളൂരുവിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ജൂൺ 19 രാത്രിയാണ് കവർച്ച നടന്നത്. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി P. സന്തോഷ് കുമാർ, അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ SHO VM കേഴ്സൺ, SIമാരായ M. അഫ്സൽ, P. ജയകൃഷ്ണൻ, GASI PV രാജു തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ദേശീയപാത 66-ൽ ചാവക്കാട് തെക്കേ ബൈപ്പാസ് മുതൽ തങ്ങൾപ്പടി വരെ തകർന്നു കിടക്കുന്ന 1 കിലോമീറ്റർ പാത നവീകരിക്കുന്നതിന് ദേശീയപാത അതോറിറ്റി 1.63 കോടി രൂപ അനുവദിച്ചു. NK അക്ബർ MLA നവീകരണ പ്രവൃത്തികൾക്കായി ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയെയും സംസ്ഥാന സർക്കാരിനെയും നിരവധി തവണ ബന്ധപ്പെട്ടിരുന്നു. തുടർന്ന് നാഷണൽ ഹൈവേ പ്രൊജക്ട് ഡയറക്ടർ നേരിട്ട് സ്ഥലം സന്ദർശിച്ച് തുക അനുവദിക്കണമെന്ന് കാണിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഫണ്ട് ലഭിക്കുന്നതിന് കാലതാമസം വന്ന സാഹചര്യത്തിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് 85 ലക്ഷം രൂപ ഉപയോഗിച്ച് കാന നിർമ്മിക്കുകയും ചെയ്തിരുന്നു. കയ്പമംഗലം പെങ്ങാമുക്ക് ചെറുവള്ളിക്കടവിൽ നിർമ്മിച്ച താൽക്കാലിക റോഡ് ഉയർത്തി നിർമ്മിക്കണമെന്ന ആവശ്യമുയരുന്നു. ചെറുവള്ളിക്കടവിലെ പഴയ പാലം പൊളിച്ചതോടെയാണ് ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾക്ക് പോകാനായി താൽക്കാലിക റോഡ് നിർമ്മിച്ചത്. എന്നാൽ താൽക്കാലിക റോഡിന് ഉയരം കുറഞ്ഞതിനാൽ വെള്ളം റോഡിലേക്ക് കയറുന്ന അവസ്ഥയിലാണ്. മഴയിൽ തോട്ടിൽ വെള്ളം നിറഞ്ഞതോടെ റോഡിനൊപ്പം വെള്ളമായ നിലയിലാണ്. മഴ കനത്താൽ റോഡിലേക്ക് വെള്ളം കയറുകയും ഗതാഗതം പൂർണ്ണമായും നിലയ്ക്കുമെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു. ഇതൊഴിവാക്കാനായി നിലവിലെ റോഡ് ഉയർത്തി നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 100 അടി തോടിന് കുറുകെയുണ്ടായിരുന്ന പാലമാണ് 2 മാസം മുൻപ് പൊളിച്ചത്. പാലം പണി പുരോഗമിക്കുന്നുണ്ടെങ്കിലും വലിയ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്തത് വാഹനയാത്രക്കാരെ വലയ്ക്കുന്നുണ്ട്. തീരദേശ മേഖലയിൽ രാസലഹരി വിൽപ്പന നടത്തിയിരുന്ന 2 പേർ MDMAയുമായി പിടിയിൽ. മതിലകത്ത് വാടകയ്ക്ക് താമസിക്കുന്ന കരുപ്പടന്ന സ്വദേശി കണ്ണാംകുളം വീട്ടിൽ ഇർസാമുൾ ഹഖ്, മതിലകം കൊട്ടേക്കാട്ട് വീട്ടിൽ മുഹമ്മദ് അനസ് എന്നിവരാണ് അറസ്റ്റിലായത്. മതിലകം പള്ളിവളവ് കിഴക്ക് കുരിശടി ഭാഗത്തുനിന്നാണ് പ്രതികളെ പോലീസ് പിടികൂടിയത്. ഇവരിൽ നിന്നും വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഏകദേശം 2 ഗ്രാം MDMA പിടിച്ചെടുത്തു. തൂഫാൻ സ്പെഷ്യൽ സ്ക്വാഡ് SI പ്രദീപ്, ASI ലിജു, SCPO ബിജു, CPO സുർജിത് സാഗർ, മതിലകം SI നസിയ M സാഹിബ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കുന്നംകുളം പെരുമ്പിലാവിൽ യുവതിയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പെരുമ്പിലാവ് സ്വദേശിനി തലപ്പിള്ളിപ്പറമ്പിൽ വീട്ടിൽ രാജീവിന്റെ ഭാര്യ 33 വയസ്സുള്ള ആതിരയാണ് മരിച്ചത്. എടപ്പാളിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ ആതിര ജോലി കഴിഞ്ഞ് വീട്ടിലെത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. രാത്രി 11 മണിയോടെ പെരുമ്പിലാവ് പൂയംകുളത്തിന് സമീപം ആതിരയുടെ സ്കൂട്ടറും മൊബൈൽ ഫോണും കണ്ടെത്തി. ഇതേ തുടർന്ന് കുളത്തിൽ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടത്. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇടവേള. ഏത് ബഡ്ജറ്റിലും ഹാപ്പി ആയിരുന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻസ്, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. അറിഞ്ഞു, ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 days ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ ടുലിപ്സിൽ നിന്ന് നേടും. 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. French Dairy Pistachio Kunafa Bar. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല.
നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തയിലേക്ക്. മാള കേബിൾ വിഷന്റെ 11ാമത് വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും ആദരണീയവും മന്ത്രി ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. KCCL ചെയർമാൻ പി സുരേഷ് കുമാർ അധ്യക്ഷനായി. ബെന്നി ബെഹന്നാൻ MP, മാധ്യമപ്രവർത്തകൻ ഹാഷ്മി താജ് ഇബ്രാഹിം, മാള പഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ, കേരള വിഷൻ ചെയർമാൻ P ആന്റണി, വാർഡംഗം ജോഷി കാഞ്ഞൂത്തറ, മാള ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KK സുരേഷ്, COA സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് PT പാപ്പച്ചൻ, മാള പ്രസ് ക്ലബ് പ്രസിഡന്റ് ഷാൻജി ജോസഫ് തട്ടകത്ത്, കർമ്മൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ റിനി റാഫേൽ, COA ജില്ലാ പ്രസിഡന്റ് CG ജോസ്, കേരള വിഷൻ MD T ജയപ്രകാശൻ, COA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം R മോഹനകൃഷ്ണൻ, മാള മേഖലാ പ്രസിഡന്റ് PS സുബിതൻ, MCV ചെയർമാൻ PL ജോണി, മാനേജിംഗ് ഡയറക്ടർ ജിജോ ജോസഫ് എന്നിവർ സംസാരിച്ചു. 250ഓളം വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും നൽകി. 100% വിജയം നേടിയ സർക്കാർ വിദ്യാലയങ്ങൾക്കും പ്രതിഭകൾക്കും പുരസ്കാരം വിതരണം ചെയ്തു. ഉത്തരവാദിത്തം ഏറ്റുന്ന ഒരു കാലയളവിലാണ് പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ പഠിക്കുന്നത്. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയണം. നിങ്ങൾ അത് പ്രയോജനപ്പെടുത്തി നിങ്ങൾക്ക് വളരാൻ കഴിയണം. കർഷക തൊഴിലാളി യൂണിയൻ കാട്ടകാമ്പാൽ വില്ലേജ് സമ്മേളനം നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം KJ ഡിക്സൺ ഉദ്ഘാടനം ചെയ്തു. സമ്മേളന നഗരിയിൽ വില്ലേജ് പ്രസിഡന്റ് TK രാജൻ പതാക ഉയർത്തി. കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MB പ്രവീൺ, കുന്നംകുളം ഏരിയ പ്രസിഡന്റ് MS വിനോദ്, ജില്ലാ കമ്മിറ്റി അംഗം ഓമന ബാബു, ഏരിയ എക്സിക്യൂട്ടീവ് അംഗം V രാജൻ, CPM ഏരിയ കമ്മിറ്റി അംഗം TC ചെറിയാൻ, സ്വാഗത സംഘം ചെയർമാൻ VK ബാബുരാജ്, വില്ലേജ് സെക്രട്ടറി സന്തോഷ് കൊളത്തേരി തുടങ്ങിയവർ സംസാരിച്ചു. താളത്തിന്റെ ഭാഷയെ ചരിത്രമാക്കിയ സന്തോഷ് ആലങ്കോടിന് CA ഖാദർ സ്മാരക പുരസ്കാരം സമ്മാനിച്ചു. തവനൂരിൽ നടന്ന ചടങ്ങിൽ VS ജോയ് MLA ആണ് പുരസ്കാരം സമ്മാനിച്ചത്. കേരളീയ വാദ്യകലകളെ ജനകീയമാക്കുന്നതിനും ഗവേഷണത്തിലൂടെ പുതിയ തലമുറയിലേക്ക് കൈമാറുന്നതിനും നൽകിയ സമഗ്ര സംഭാവനകൾ മാനിച്ചാണ് പുരസ്കാരം. സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യവും സോപാനം സാംസ്കാരിക വിദ്യാഭ്യാസ ട്രസ്റ്റും വഴി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് സന്തോഷ് വാദ്യപരിശീലനം നൽകി വരുന്നു. 2011 201 കലാകാരന്മാർ അണിനിരുന്ന വാദ്യപ്രണവം, 2015 101 വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച താളവൈഖരി എന്നീ പരിപാടികൾ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരുന്നു. ലോക വനിതാ ദിനത്തിൽ വനിതകൾ മാത്രമടങ്ങിയ പഞ്ചവാദ്യ സംഘത്തെ ഒരുക്കി വേൾഡ് റെക്കോർഡ്സ് ബുക്ക് ഓഫ് ഇന്ത്യയിലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടി. 3 വാല്യങ്ങളിലായി പ്രസിദ്ധീകരിച്ച കേരളീയ വാദ്യ പാരമ്പര്യം എന്ന ഗവേഷണ ഗ്രന്ഥം കേരളത്തിലെ വാദ്യകലാ പാരമ്പര്യത്തിന്റെ സമഗ്ര രേഖപ്പെടുത്തലാണ്. 13,000-ലധികം വാദ്യകലാകാരന്മാരുടെ ജീവിതവും സംഭാവനകളും ഉൾക്കൊള്ളുന്നതാണ് ഈ കൃതി. വാദ്യകലാ പരിശീലനത്തിനപ്പുറം ലഹരിവിരുദ്ധ ബോധവൽക്കരണം, യുവജന ശാക്തീകരണം, വാദ്യോപകരണ നിർമ്മാണം, സാംസ്കാരികം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലും സന്തോഷ് ആലങ്കോട് സജീവ സാന്നിധ്യമാണ്. TCV ന്യൂസ്, കുന്നംകുളം. പാലയൂർ തർപ്പണ തിരുനാൾ ആഘോഷിക്കുന്നു. അമ്പ് വള എഴുന്നള്ളിപ്പ് രാത്രിയിൽ പള്ളിയിലെത്തി സമാപിക്കും. തിരുകർമ്മങ്ങൾക്ക് മോൺസിഞ്ഞോർ ജോർജ് മനാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഞായറാഴ്ച രാവിലെ നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ വിൽസൺ പിടിയത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. തളിയക്കുളത്തിൽ നടക്കുന്ന സമൂഹ മാമോദിസയ്ക്ക് മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികനാകും. സാധനയിൽ കണ്ടെത്തിയ ദൈവത്തെ സേവനത്തിലൂടെ സമൂഹവുമായി പങ്കുവയ്ക്കുമ്പോഴാണ് ആത്മീയ ജീവിതം പൂർണ്ണമാകുന്നതെന്ന് പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പറഞ്ഞു. ഗുരുവായൂർ സായി സഞ്ജീവനി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സായി സുദർശന പദ്ധതിയുടെ 20ാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സേവനവും സാധനയും പരസ്പരം പൂരകങ്ങളാണെന്നും ദൈവത്തെ അനുഭവിക്കുന്നത് സാധനയാണെങ്കിൽ ആ അനുഭവത്തെ ജീവിതമാക്കുന്നതാണ് സേവനമെന്നും അദ്ദേഹം പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി. ട്രസ്റ്റ് ചെയർമാൻ മൌനയോഗി സ്വാമി ഹരിനാരായണൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഗുരുവായൂർ നഗരസഭാ വൈസ് ചെയർമാൻ KK ജ്യോതിരാജ്, സംസ്ഥാന മുന്നോക്ക ക്ഷേമ കമ്മീഷൻ അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ, വാർഡ് കൌൺസിലർ ബിന്ദു നാരായണൻ, ഡോക്ടർ നിതിൻ ജോർജ്, കോശി K മണികണ്ഠൻ, സബിത രഞ്ജിത്ത്, അരുൺ C നമ്പ്യാർ, സായിശ്രീ മേനോൻ എന്നിവർ സംസാരിച്ചു.
20 വർഷത്തിനിടയിൽ 7400-ലധികം പേർക്ക് ശസ്ത്രക്രിയ വഴി കാഴ്ച തിരികെ നൽകാൻ കഴിഞ്ഞ സായി സുദർശന പദ്ധതിയുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഡോക്ടർമാരെ ആദരിച്ചു. തുടർന്ന് നേത്രപരിശോധനയും ചികിത്സാ ക്യാമ്പും ഉണ്ടായിരുന്നു. 120 പേർ ക്യാമ്പിൽ പങ്കെടുത്തു. 3 ദിവസമായി നടന്നുവന്നിരുന്ന മുറ്റിച്ചൂർ ഉറൂസ് മുബാറക് സമാപിച്ചു. കൂട്ടസിയാറത്തിന് ഷാഹുൽ ഹമീദ് അസനി പാടൂർ നേതൃത്വം നൽകി. തുടർന്ന് ജാതിമത ഭേദമില്ലാതെ ഭക്ഷണം വിതരണം ചെയ്തു. മഹല്ല് സെക്രട്ടറി ഉമ്മർ കാരണപ്പറമ്പിൽ, EK സയ്യിദ് മുഹമ്മദ്, അനസ് എന്നിവർ നേതൃത്വം നൽകി. മുല്ലശ്ശേരി പഞ്ചായത്തിലെ 2ാം വാർഡിൽ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച റോഡുകൾ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. APJ അബ്ദുൽ കലാം റോഡ്, മഹാത്മാ റോഡ് എന്നീ റോഡുകളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മോഹൻദാസ് നിർവഹിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ഷിജു അധ്യക്ഷത വഹിച്ചു. മെമ്പർമാരായ സന്ധ്യ സുനീഷ്, രാജശ്രീ ഗോപൻ, പ്രിയങ്ക വൈശാഖ്, PD രാജൻ, സുധീർ വെള്ളാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. പ്രിയദർശിനി ചതിച്ചു. പതിറ്റാണ്ടുകളായി മലയോര യാത്രയ്ക്ക് ജനങ്ങൾ ആശ്രയിച്ചിരുന്ന 2 സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തി. ചാലക്കുടി വാൽപ്പാറ റൂട്ടിലെ വിനോദസഞ്ചാരികളുടെയും യാത്രക്കാരുടെയും പ്രിയ ബസ്സുകളാണ് സർവീസ് നിർത്തുന്നത്. ചാലക്കുടിയിൽ നിന്ന് തമിഴ്നാട്ടിലെ വാൽപ്പാറയിലേക്ക് ഓടിക്കൊണ്ടിരുന്ന ചീനിക്കാസ് മോട്ടോഴ്സിന്റെ 2 ബസ്സുകളാണ് കനത്ത നഷ്ടത്തെ തുടർന്ന് ഷെഡിൽ കയറ്റിയത്. ഇതോടെ ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറ വഴിയുള്ള അന്തർ സംസ്ഥാന സർവീസുകളാണ് നിലച്ചത്. ചാലക്കുടിയിൽ നിന്ന് രാവിലെ 6:45 പുറപ്പെടുന്ന ചീനിക്കാസിന്റെ ആദ്യ ട്രിപ്പ് നിരവധി യാത്രക്കാർക്ക് ഏറെ ആശ്വാസമായിരുന്നു. വാൽപ്പാറയിൽ 11:45 ബസ് തിരിച്ച് 12 പുറപ്പെട്ട് വൈകിട്ട് 5 ചാലക്കുടിയിലെത്തും. രാവിലെ 7:30 വാൽപ്പാറയിൽ നിന്നും പുറപ്പെടുന്ന 2ാമത്തെ ബസ് ഉച്ചതിരിഞ്ഞ് 1:30 ചാലക്കുടിയിൽ വീണ്ടും സർവീസ് ആരംഭിക്കും. KSRTCയുടെ പ്രിയദർശിനി ബസ്സുകൾ രംഗത്തെത്തിയതോടെ 2 ബസ്സുകളും പലപ്പോഴും കാലുവണ്ടിയായി ഓടുന്ന അവസ്ഥയിലെത്തി. ദിവസേന 5000-ഓളം രൂപ നഷ്ടത്തിലായി. മറ്റു നിരവധി സർവീസുകൾ ഉള്ളതിനാലാണ് ഇത്രയും നാൾ റൂട്ട് അവസാനിപ്പിക്കാതിരുന്നത് എന്നും ഇനി പിടിച്ചു നിൽക്കാൻ കഴിയാതായെന്നും ഉടമ ടോജി വർഗീസ് പറഞ്ഞു. ഈ പ്രിയദർശൻ സർവീസ് തുടങ്ങിയ പിന്നെയാണ് ഇതിനൊരു ബുദ്ധിമുട്ട് വന്നത്. മുൻകാലഘട്ടത്തിലൊക്കെ ഈ സർവീസിൽ ലാഭമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് ഈ സർവീസ് നിർത്താനായിട്ട് ഒരു താല്പര്യമില്ലാത്ത സർവീസായിരുന്നു. അതിൻ്റെ കാരണം വെച്ചാൽ അന്തർ സംസ്ഥാനത്ത് പോണ നമ്മുടെ പെർമിറ്റ് എന്ന് പറയുന്നത് അതിനൊരു വാല്യൂ ഉണ്ട്. പിന്നെ ആ സർവീസ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ പേരിൽ മാത്രമാണ് നഷ്ടം സഹിച്ചുകൊണ്ടും മുൻകാലഘട്ടങ്ങളിലൊക്കെ ഇത് സർവീസ് ഒന്നും നടത്തിയിരുന്നത്. 120 പോയിന്റിൽ ആൾക്കാർ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ബസ്സിൽ ആരും കയറുന്നില്ല. 10 ജീവനക്കാരുടെ വേതനം, ഡീസൽ ചാർജ്, ബസിന്റെ അറ്റകുറ്റപ്പണികൾ ഇവയെല്ലാം കണക്കാക്കുമ്പോൾ ഭീമമായ നഷ്ടമാണ് ഉണ്ടാകുന്നത്. 70 വർഷം മുൻപ് ABT ട്രാൻസ്പോർട്ടിന്റെ ബസ്സുകളാണ് ചാലക്കുടിയിൽ നിന്നും വാൽപ്പാറയിലേക്ക് സർവീസ് ആരംഭിച്ചത്. ABT നിർത്തിയതോടെ മറ്റു പലരും റൂട്ട് ഏറ്റെടുത്തു. കോവിഡ് കാലഘട്ടത്തിലാണ് ചീനിക്കാസ് മോട്ടോഴ്സിന്റെ രംഗപ്രവേശം. ആനയും പുലിയും കാട്ടുപോത്തുകളും ഉയർത്തിയ വെല്ലുവിളികളെ വകഞ്ഞുമാറ്റിയാണ് പല ദിവസങ്ങളിലും ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നത്. മഴക്കാലത്ത് മരക്കൊമ്പുകൾ വീണുണ്ടാകുന്ന തടസ്സങ്ങളും ഒരു ത്രില്ലർ യാത്രയായി കണക്കാക്കി ഡ്രൈവർ അനീഷും കണ്ടക്ടർ ജയകുമാറും ചേർന്ന് വെട്ടിമാറ്റിയിരുന്നു. ഇപ്പോൾ ഇവർക്ക് ജോലി നഷ്ടപ്പെടുകയാണ്. തങ്ങളുടെ ട്രിപ്പുകൾക്ക് അരമണിക്കൂർ മുൻപ് KSRTC ബസ്സുകൾ പോകുമ്പോൾ സ്ത്രീകളെല്ലാം അതിൽ കയറുകയാണെന്ന് ജീവനക്കാർ ചൂണ്ടിക്കാട്ടുന്നു. അവരോടൊപ്പമുള്ള പുരുഷന്മാരും ഇവരുടെ ബസ്സിനെ അവഗണിക്കുകയാണ്. പ്രതിസന്ധികളും തങ്ങളുടെ ദയനീയാവസ്ഥയും വ്യക്തമാക്കി ഗതാഗത മന്ത്രിക്ക് നിവേദനം നൽകി ബദൽ സംവിധാനത്തിനായി കാത്തിരിക്കുകയാണ് ബസ്സുടമകളും ജീവനക്കാരും. TCV ചാലക്കുടി. വിഖ്യാത ഗായിക S. ജാനകി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. മൈസൂരു അപ്പോളോ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ശബ്ദമാധുരിയാൽ ആസ്വാദക ഹൃദയങ്ങളിൽ മധുരമഴ പൊഴിച്ച ഗായികയാണ്. 20-ലധികം ഭാഷകളിലായി ആയിരക്കണക്കിന് ഗാനങ്ങൾ ആലപിച്ച സംഗീത പ്രതിഭയാണ്. കോടിക്കണക്കിന് ആരാധകരുടെ മനസ്സുകളിൽ ഇടം തേടിയ വാനമ്പാടിയാണ് S. ജാനകി. 6 പതിറ്റാണ്ടുകളോളം സിനിമാ സംഗീത ലോകത്തെ വിസ്മയിപ്പിച്ച ഗായിക. നിരവധി മലയാള സിനിമാ ഗാനങ്ങൾക്ക് സ്വരമാധുര്യം പകർന്നിട്ടുണ്ട്. நல்லா பாடினேன். நல்லா பாடிருக்காங்க.
எனக்காக ஒரு பாட்டு பாடுங்க நீங்கள். అందరికీ నమస్కారం. പക്ഷേ ഇവിടെ മലയാളികൾ ആരും ഇല്ല അല്ലേ? ഞാനുണ്ടല്ലോ. ഉണ്ടോ? മലയാളികളും തമിഴൻസ്. என்னுடைய சாங்ஸ் எல்லாம் நீங்கள் இப்போ ரொம்ப பிரமாதமாக பாடினீங்க. தேங்க்யூம்மா. இன்னும் நான் பாடுறதுக்கு ஒன்றுமே கிடையாது. ப்ளீஸ். సుహాసినికి ఫస్ట్ పిక్చర్ నేనే పాడితే రాధిక కారణం. తెలుగులో కూడా ఉంది, ఇది డబ్బింగ్ చేశారు, ఫస్ట్ క్లాస్గా ఉంటుంది. రెండు తోకల పిట్ట తెలుగులో, రెట్టైవాల్ కురువి తమిళ్. രാധിക. മുട്ടിച്ചൂർ LP സ്കൂളിൽ PTA ആഭിമുഖ്യത്തിൽ മഴക്കാല രോഗപ്രതിരോധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് സർജു ജിബിൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപകൻ ബൈജു ജോർജ് അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ഹെൽത്ത് സെന്റർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ MB ബിനോയ് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ ഈ മാസം 24-ന് നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ മുന്നോടിയായുള്ള ജില്ലാതല പ്രചരണ വാഹന ജാഥയ്ക്ക് കൊടകരയിൽ സ്വീകരണം നൽകി. CV ശിവൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ PK പുഷ്പാകരൻ, വൈസ് ക്യാപ്റ്റൻ TS ബൈജു, മാനേജർ PG ജയപ്രകാശ്, PR പ്രസാദൻ, PC ഉമേഷ്, PC ലിജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ എരുമപ്പെട്ടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 വിജയികളെ അനുമോദിച്ചു. മങ്ങാട് വോൾഗ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന ചടങ്ങ് AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി കൺവീനർ MV വിനീത് അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ PC അബാൽമണി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്വപ്ന പ്രദീപ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ രാജി സോമൻ, അംഗങ്ങളായ KV ഷൈബു, ഷീജ ആനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. എറിയാട് പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ രാസമാലിന്യങ്ങൾ ഉപയോഗിച്ച് തണ്ണീർത്തടങ്ങൾ നികത്തിയത് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി 8-ാം വാർഡിൽ നികത്തിയ സ്ഥലത്ത് കൊടികുത്തി. ബ്ലോക്ക് പ്രസിഡന്റ് PB മൊയ്തു, പഞ്ചായത്ത് അംഗങ്ങളായ PK മുഹമ്മദ്, KM സാദത്ത്, KT സജീവൻ, KV വിജയൻ, കോൺഗ്രസ് നേതാക്കളായ PP ജോൺ, CP തമ്പി എന്നിവർ നേതൃത്വം നൽകി. പറപ്പൂർ ഇടവകയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും സംഗമവും സംഘടിപ്പിച്ചു. UNAയുടെയും സഭാവിരുദ്ധ ശക്തികളുടെയും നേതൃത്വത്തിൽ ജൂബിലി അമല ആശുപത്രികൾ തകർക്കാനും അതിരൂപതയെയും അതിരൂപത അധ്യക്ഷനെയും അവഹേളിക്കുവാനുമുള്ള ശ്രമങ്ങൾക്കെതിരെയായിരുന്നു പ്രതിഷേധ സംഗമം. അസിസ്റ്റന്റ് വികാരി ഫാദർ അജിൽ മാങ്ങൻ അധ്യക്ഷത വഹിച്ചു. ഷെവലിയാർ അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം മുഖ്യപ്രഭാഷണം നടത്തി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തയിലേക്ക്. കൊടുങ്ങല്ലൂർ ചേരമാൻ മാലിക് മൻസിൽ ഓർഫനേജിൽ മന്ത്രി OJ ജിനീഷിന് സ്വീകരണവും കമ്പ്യൂട്ടർ ലാബ് ഉദ്ഘാടനവും നടന്നു. മന്ത്രി OJ ജിനീഷ് കമ്പ്യൂട്ടർ ലാബ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് ഡോക്ടർ PK മുഹമ്മദ് റഷീദ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ, മണപ്പാട്ട് ഫൗണ്ടേഷൻ ചെയർമാൻ അമീർ അഹമ്മദ്, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ്, ഓർഫനേജ് പ്രിൻസിപ്പൽ ഷക്കീൽ അഹമ്മദ് ഖാൻ, വാർഡ് കൌൺസിലർ സന്ധ്യ സദാനന്ദൻ, TM നാസർ, ഡോക്ടർ PA മുഹമ്മദ് സയ്യിദ്, PH മൊഹിയുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാണിജ്യം. രാജ്യത്തെ പ്രമുഖ ബാഗേജ് ബ്രാൻഡായ സഫാരിയുടെ പുതിയ ഷോറൂം തൃശൂർ ഇക്കണ്ടവാര്യർ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. സഫാരിയുടെ കേരളത്തിലെ 13ാമത്തെ ഷോറൂമാണിത്. ഇക്കണ്ടവാര്യർ റോഡിൽ തോംസൺ കാസ റെസ്റ്റോറന്റിന് എതിർവശത്തായാണ് വിപുലമായ ഷോറൂം പ്രവർത്തിക്കുന്നത്.
ഫ്രാഞ്ചൈസി ഉടമസ്ഥരായ ബ്രാൻഡ് ട്രേഡ് എന്റർപ്രൈസസിന്റെ മാനേജിംഗ് പാർട്ണർ അനീഷ്, ഷാഹിൻ എന്നിവരുടെ മാതാപിതാക്കൾ ചേർന്ന് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സഫാരിയുടെ കേരള ബ്രാഞ്ച് മാനേജർ ദിവിൻ ഭവദാസ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. പ്രവാസിയായ രഹന സുൽത്താന ഏറ്റുവാങ്ങി. സഫാരി സെലക്ട്, അർബൻ ജംഗിൾ, ജീനി എന്നീ പ്രമുഖ ബ്രാൻഡുകളുടെ വിപുലമായ ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ട്രോളി ബാഗുകൾ, സ്കൂൾ ബാക്ക് പാക്കുകൾ, ഓഫീസ് ബാഗുകൾ, ഡഫിൾ ബാഗുകൾ എന്നിവയ്ക്ക് 70% വരെ വിലക്കിഴിവിൽ പ്രത്യേക ഓഫർ സെയിൽസ് ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9645108398. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,230 രൂപ, പവന് 1,05,840 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വിഖ്യാത ഗായിക എസ് ജാനകി അന്തരിച്ചു. മൈസൂരു അപ്പോളോ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വിടവാങ്ങിയത് 6 പതിറ്റാണ്ടുകളോളം സിനിമാ സംഗീത ലോകത്തെ വിസ്മയിപ്പിച്ച ഗായിക. ലഹരിയുടെ കൈകളിൽ നിന്ന് നാടിനെ രക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ മുന്നണി പോരാളികളാകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരിയുടെ അടിമകളില്ലാത്ത കേരളത്തെ കെട്ടിപ്പടുക്കാൻ പുതിയ തലമുറയുടെ പങ്കാളിത്തം അനിവാര്യമാണെന്നും ആഭ്യന്തരമന്ത്രി. ഇടിമിന്നലിൽ കല്ലൂർ പാറക്കാട് ഉന്നതിയിലെ 2 വീടുകൾക്ക് നാശനഷ്ടം. ആർക്കും പരിക്കില്ല. 2 വീടുകളിലെയും വൈദ്യുതി സർവീസ് വയറുകൾ, സ്വിച്ച് ബോർഡുകൾ എന്നിവ കത്തിനശിച്ചു. ഇറച്ചിക്കോഴി വില വീണ്ടും കുതിച്ചുയർന്നു. ഒരാഴ്ചക്കിടെ കൂടിയത് 20 രൂപ. വില വർധനയ്ക്കിടയാക്കിയത് കോഴിത്തീറ്റയുടെ വില കുത്തനെ കൂടിയത്. എങ്ങുമെത്താതെ പൊയ്യ പഞ്ചായത്തിലെ പൂപ്പത്തി കാടാംകുളം നവീകരണം. സംഭരണശേഷി കുറഞ്ഞതിനു പിന്നാലെ കുളത്തിൽ പുല്ലും ചണ്ടിയും പായലും നിറഞ്ഞു. തൃപ്രയാറിൽ കാർ തടഞ്ഞു നിർത്തി 16.25 ലക്ഷം രൂപയും ഐഫോണും കവർന്ന കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിൽ. PG സ്വദേശി അലൻ കെ ജയനാണ് പിടിയിലായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.